പാകിസ്ഥാൻ ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. പക്ഷേ ഇറാൻ തുടർച്ചയായി പാകിസ്ഥാനെ തള്ളിപ്പറയുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ വെറും അവരുടെ ഈ എണ്ണയുമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടവുകൾ മാത്രമാണ്, അവർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ട്രംപ് മുന്നോട്ട് വെച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഹോർമുസിൽ ഇറാന്റെ സൈന്യത്തോട് തുറക്കുമെന്ന് നാഗരികയിലാക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള വെടിനിർത്തലിലേക്ക് എത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാൻ ഇടപെടുന്നു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് തൻ്റെ ട്വിറ്ററിലൂടെ നടത്തിയ സഹോദരപൂർവ്വമായ അഭ്യർത്ഥന മാനിച്ചു. തങ്ങളുടെ 15 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണമെന്ന വിവരങ്ങളൊക്കെ മുന്നോട്ട് വന്നു. ഹോർമുസ് തുറക്കാമെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ ഇടനില ആണ് പ്രധാനമായത്. ഈ പാകിസ്ഥാൻ എങ്ങനെ ഈ സീനിലെത്തി എന്നുള്ളതും അവർ തന്നെത്താനെ കയറി വരികയായിരുന്നല്ലോ അജയ്. അവർ ഈ സീനിലെത്തുന്നു. ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരെ തള്ളിപ്പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വിജയം എന്ന രീതിയിൽ ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാൻ ഇടപെട്ടാണ് ഇത്തരമൊരു സംഗതി ഉണ്ടാക്കിയത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് സംശയിക്കേണ്ടത് ഈ പാകിസ്ഥാനെ ഇതിനകത്ത് ഇടപെടുത്തിയത് തന്നെ ട്രംപാണോ എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾക്ക് ഇടനിലക്കാരാക്കിയത് ട്രംപാണോ? കാരണം നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ട്രംപിൻ്റെ മുന്നിലെ ഒരു കളിപ്പാവയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആയാലും അവിടുത്തെ സൈനിക മേധാവി ആയാലും ഒക്കെ ട്രംപ് പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ അമേരിക്കയുടെ സഹായത്തിലാണ്. അവിടെയാണ് ട്രംപിൻ്റെ കീഴടങ്ങലിന് പാകിസ്ഥാനെ ട്രംപ് ഒരു മീഡിയേറ്റർ ആക്കി എന്നുള്ള ചില വിവക്ഷകൾ കൂടി വരുന്നത്. തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏഷ്യയിലാണെങ്കിലും പശ്ചിമേഷ്യയിലാണെങ്കിലും അമേരിക്കയുടെ പല ഇടപെടലുകൾക്കും മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. ഇപ്പോൾ